മറ്റുള്ളവരുടെ കുടുംബജീവിതം നന്നാക്കാൻ വേണ്ടി ഉപദേശിച്ചിരുന്ന രണ്ട് ധ്യാന ദമ്പതിമാർ എന്ന് പറയേണ്ടി വരും. പ്രാർത്ഥനകളിൽ കൂടെയും അത്തരത്തിലുള്ള വിശ്വാസത്തിൽ കൂടെയുമൊക്കെ കുടുംബജീവിതം എങ്ങനെ, ദാമ്പത്യ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ക്ലാസ് എടുത്തിരുന്ന രണ്ട് ദമ്പതിമാർ. അവർക്കിടയിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. അതേ തുടർന്ന് ഭാര്യയുടെ തലയിൽ ഈ ഭർത്താവ് അടിക്കുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായ വാർത്തയാണ്. പ്രത്യേകിച്ചും ആ ഒരു കോൺട്രാഡിക്ഷൻ, എങ്ങനെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം ഒക്കെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സമൂഹത്തിനിടയിൽ ക്ലാസ് എടുത്തിരുന്ന, അത് വീഡിയോ റീലുകളാക്കി ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന ദമ്പതികൾക്കിടയിലാണ് ഇത്തരമൊരു വലിയ തർക്കമുണ്ടായത്. അതിനെ തുടർന്ന് ഈ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയത്. എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേസിൻ്റെ? ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇനി ഇവർ രണ്ടുപേരും ക്ലാസ് എടുക്കാൻ പോകരുത്. ഇവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തോട്ടെ. 200ഓളം വീടുകൾ ഇവർ ആളുകൾക്ക് വെച്ച് നൽകിയിട്ടുണ്ട്, നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോകണം. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് നാളെ ചെന്നിട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക നിങ്ങൾ എങ്ങനെ നന്നായി കുടുംബജീവിതം നയിക്കാം? എല്ലാ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആളുകളാരും ഇല്ല. ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിരന്തരം വഴക്കും കയ്യാങ്കളിയാകുമ്പോഴാണ് അവരുടെ ജീവിതം സ്വസ്ഥതയില്ലാത്തതാകുന്നത്. പിന്നെ രണ്ടുപേരും പിരിയുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതല്ലാതെ വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും. കാരണം രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. എല്ലാം ഒരേപോലെ ചേട്ടൻ ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും ചിന്തിക്കും. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും ഭർത്താവ് പറയും, ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭാര്യ ചെയ്യണമെന്നില്ല, ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം, അറിയാതെങ്കിലും പറയുകയും ചെയ്യും, ഞാൻ ചെയ്ത ആൾ തന്നെ ജയിച്ചെന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഇവർക്ക് വലിയ അബദ്ധം പറ്റി. ഒന്ന്, അവനവൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ മൂല്യത്തെക്കുറിച്ച്, വാല്യൂ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഇവർക്കില്ലാതെ പോയി. ആദ്യം തന്നെ ഇവർ നേരത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ മാരിയോ ജോസഫും ഭാര്യ ജിജിയും മാരിയോ ഒരു പ്രത്യേക സ്ലാങ്ങിൽ പ്രത്യേക താളത്തിൽ സംസാരിക്കുന്ന ആളാണ് ജിജി മാരിയോ. അവരുടെ വീഡിയോസൊക്കെ അങ്ങനെയാണ്. ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു രീതി, സംസാരത്തിൻ്റെ ഒരു താളം, അത് ഒരു വേറൊരു ടോണിലാണ് അവരുടെ സംസാരം. അപ്പോൾ ഇവർ വഴക്കുണ്ടാകുന്നു. ഒക്ടോബർ 25 9 മാസമായി ഇവർ പിരിഞ്ഞ് രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. ഈ 9 മാസവും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. അതിന് മുടക്കമില്ല. ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ എല്ലായിടത്തും എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അസാരസ്യങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അത് കയ്യാങ്കളിയിലേക്ക് പോയി. കയ്യാങ്കളിയിലേക്ക് പോയപ്പോൾ പോലും അത് ഒരു പോലീസ് കേസാകാതെ നോക്കാൻ ഇവർക്ക് പറ്റിയില്ല. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർ നേരത്തെ തന്നെ ഇപ്പോൾ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്നുണ്ട്, അത് ജിജിക്കെതിരെ ഭാര്യയ്ക്കെതിരെ അയാൾ പരാതിയുമായിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസ് ഉപദേശിച്ചു, നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണ്, അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ പരാതിയുമായിട്ട് പരാതി വന്നാൽ അത് വാർത്തയാകും. തീർച്ചയായിട്ടും അതെ. അപ്പോൾ പരാതിയുമായിട്ട് വന്നാൽ അത് നിങ്ങളുടെ പ്രസ്ഥാനത്തെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ പരാതി വേണ്ട. അതായത് മാരിയോ ജോസഫ് പരാതി കൊടുത്തത് ഭാര്യ കുത്തി എന്ന് പറഞ്ഞിട്ടാണ്. ഭാര്യ കുത്തി. അപ്പോൾ മാരിയോ ജോസഫ് ഭാര്യയ്ക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഭാര്യ തിരിച്ചും അയാൾക്കെതിരെ പറയുന്നുണ്ട്, മാരിയോ ജോസഫിനെതിരെ പറയുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. ഒരാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും. അപ്പോൾ പോലീസ് അന്ന് ആ ഒരു നിലപാടെടുത്തു, നിങ്ങൾ പരാതി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇയാൾ തിരിച്ചു പോകുന്നത്. ഈ മാരിയോ ജോസഫ് പരാതി കൊടുക്കാതെ പോകുന്നു. അതിനുശേഷം ഇവർ പിണക്കത്തിലാണ്. ഒക്ടോബർ 25 ജിജി മാരിയോ ജോസഫിൻ്റെ വീട്ടിലെത്തി ഇവരെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി. അതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ ഈ ജിജി മാരിയോ പറയുന്നുണ്ട്, അവർ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പറയുന്നത്, ഞാനും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ അടിച്ചു പിരിയേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾ കരുതുക. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ക്ലാസ്സിനിടയിൽ അതെ അത് വലിയ ആ റീല് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. പിന്നെ
ഞാനിതൊക്കെ പറയുമ്പോഴും ഞങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകളാണെന്ന് ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ വൈകാരികമായി പറയുന്ന ഒരു റീല് കണ്ടതാണ്. അപ്പോഴും ഇവർ തമ്മിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ സംസാരിക്കാൻ ചെല്ലുന്ന സമയത്താണ് ഇവരെ ഈ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു എന്നാണ് പരാതി. അതുപോലെ കയ്യിൽ കടിച്ചു, മൊബൈൽ എറിഞ്ഞ് തകർത്തു, മുടിക്ക് കുത്തിപ്പിടിച്ചു. 70,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ എന്തോ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ മൊബൈൽ തകർത്തു, എറിഞ്ഞ് പൊട്ടിച്ചു. ഇവർ തന്നെ ജിജി മാരി തന്നെ പിന്നീട് ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുകയും തലയിൽ അതെ പരിക്കേറ്റ. പിന്നീട് അവർ ഈ കാലം തോന്നുന്നു. അത് പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല സാധാരണ. പക്ഷേ ആ പോസ്റ്റൊക്കെ മാധ്യമങ്ങളിൽ അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ. അതായത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലത്ത് പണ്ട് ഒരു പരാതിയായിട്ടൊക്കെ പോയ ആരും പോലീസ് സ്റ്റേഷനിൽ വരുന്ന 4 പേരെ അറിയത്തുള്ളൂ. അന്നേരം വേണ്ടത് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കേസുണ്ടെന്ന് പറഞ്ഞാൽ അവർ മാത്രം അറിയാം. അവർ ആരെടുത്തെങ്കിലും പറയുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ അയാളും ചെന്ന് പറയാൻ പോകത്തില്ല. കാരണം അയാൾ ഒരു കേസിനകത്ത് പെട്ട് വന്നിരിക്കുന്ന ആൾ പിന്നെ മറ്റേ ആളുടെ കുറ്റം പറയാനായിട്ട് പോകത്തില്ല. ഇതങ്ങനെയല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങി നിൽക്കുന്ന 2 പേര് ധ്യാന ദമ്പതികളാണല്ലോ 2 പേരും. അതായത് എങ്ങനെ നല്ല ദാമ്പത്യം നയിക്കാം എന്നുള്ളത്, അത് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം എന്നാണ് ജിജി മാരിയോ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്തോഷം ഉണ്ടാകും. തിരിച്ച് ഇദ്ദേഹവും അങ്ങനെ ഭാര്യയെ സന്തോഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന 2 പേരാണ് ഈ തലയടിച്ച് പൊട്ടിക്കലും മൊബൈൽ എറിഞ്ഞ് തകർക്കലും അക്രമങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്, കയ്യാങ്കളിയായിട്ട് നിൽക്കുന്നത്. അത് വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. മാരിയോ ജോസഫിനെതിരെ കേസെടുത്തു. കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. കാരണം ഇവരുടെ നമ്മളെവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഇവർക്കില്ലാതെ പോയി. തങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ജനങ്ങളെ അതെ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ മോട്ടിവേഷൻ പല കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ കുടുംബ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള കുടുംബ ക്ലാസ്സുകളാണ് ഇവർ നടത്തുന്നത്. അതിന് പകരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സോ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നന്നായി കുടുംബജീവിതം നയിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും. നാളെ മദ്യവിമോചനത്തിന് വേണ്ടി സമരം വിളിക്കുന്ന ഒരാൾ മദ്യവെച്ച് വഴി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാർത്തയാകും, വലിയ വാർത്തയാകും. പിന്നെ ഞാൻ സംഭവിച്ചത് ഒരു പരിപാടിക്ക് പള്ളിയിൽ ഏതോ ഒരു പള്ളിയിലാണ് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരാളെ വേണം, ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കണം. അപ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട ഒരു കോളേജ് പ്രൊഫസറുടെ പേര് അദ്ദേഹത്തെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. 2 പേര് പറഞ്ഞു. പിന്നെ ഈ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു കൊടുത്തു. അദ്ദേഹം ചെന്നു. ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ നേരത്തെ കോണ്ടാക്ട് ചെയ്ത സംഘാടകൻ വിളിച്ചു. അത് ചോദിച്ചു, അദ്ദേഹം നന്നായി മദ്യപിക്കുന്ന ആളാണല്ലേ? ഞാൻ പറഞ്ഞു എന്ത്? അല്ല, അദ്ദേഹത്തിന് മൊത്തത്തിലൊരു വശപ്പശക്, നല്ല സ്മെല്ലും ഉണ്ട്. ക്ലാസ്സിൽ ലഹരി വിരുദ്ധ ക്ലാസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹോമിയോയുടെ മരുന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നന്നായി മദ്യപിക്കുന്ന ആളാണ്, അതെനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദേഹത്തെ തന്നെ വേണമെന്നുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചു തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും അവിടെ അദ്ദേഹത്തിന് പിന്നീടൊരു മദ്യപിച്ചിട്ട് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് പോയി, ഇമേജ് പോയി. ഇവിടെയും ഇവർക്ക് സംഭവിച്ചത്, ഇവർ നിന്ന ഒരു, ഞാനതാ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ ആരും അറിയാതെ അല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥർ വഴി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇവർ പിരിയട്ടെന്ന്. അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിരിയണം. ഇവർ അതിനകത്ത് പ്രശ്നം സാമ്പത്തിക ഇടപാടുകളാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഫിലോകാലിയ ഫൗണ്ടേഷൻ അത് രൂപീകരിച്ചിട്ടാണ് ഇവർ ഈ ചാരിറ്റിയൊക്കെ ചെയ്തത്. ഈ കണക്കില്ലാത്ത പണം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന് അടിയും പഴക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ മാരിയോ ജോസഫ് പറയുന്നത് ജിജി അയാൾ അറിയാതെ അയാളുടെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി തുകയെടുത്തു എന്നാണ് അയാളുടെ ഒരു ആരോപണം. മറ്റാരോപണങ്ങളൊക്കെ അയാൾ പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് എന്താണ് അതിനകത്ത് സത്യം എന്നുള്ളതൊന്നും നമുക്കറിയാത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമില്ല. ഈ അങ്ങനെ സാമ്പത്തിക ഇടപാട് ഇദ്ദേഹം ഇതിനൊരു കമ്പനിയാക്കാൻ ശ്രമിച്ചു. ഫിലോകാലിയ
ഫൗണ്ടേഷനെ ഒരു കമ്പനിയാക്കാൻ ശ്രമിച്ചു. കമ്പനിയാക്കാൻ ശ്രമിച്ചതിനെ ഭാര്യ എതിർത്തപ്പോൾ അതിൻ്റെ പേരിൽ അത് അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് വാക്കു കൊടുത്തെങ്കിലും പിന്നീട് ഇവർ ഒരു വിദേശയാത്രയ്ക്ക് പോയ സമയം നോക്കി ഈ മാരിയോ ജോസഫ് അതിനെ കമ്പനിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളാണ് പിന്നീട് വലുതായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ മാരിയോ ജോസഫിനേക്കാൾ കൂടുതൽ വേദികൾ കിട്ടിക്കൊണ്ടിരുന്നത് ഭാര്യയ്ക്കാണ്, ജിജി മാരിയോയ്ക്കാണ്. മാരിയോ ജോസഫിൻ്റെ യഥാർത്ഥ പേരറിയാമോ? ഇല്ല. സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സുലൈമാൻ. ഈ സുലൈമാൻ ഒരു അസുഖം വന്നു. അസുഖം വന്ന സമയത്ത് അദ്ദേഹം നേരെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ വന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. അവിടെ വെച്ചിട്ടാണ് ഈ സുലൈമാൻ ജിജിയെ കാണുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി. ഇദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു, മാരിയോ ജോസഫായി വിവാഹിതരാകുന്നു. തൻ്റെ അസുഖം മാറ്റിക്കൊടുത്ത അതെ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശ്വാസം സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇവർ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൽ ആദ്യമൊക്കെ ഇവർക്ക് സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൽ ഇവർ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, വലിയ വലിയ കമ്പനികളിൽ അങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ക്ലാസ്സുകളുമൊക്കെ ഉണ്ട്. അപ്പം ഇവരവിടുത്തെ ജീവനക്കാരിയും ഇദ്ദേഹം ക്ലാസ് എടുക്കുന്ന ആളുമൊക്കെ ആയിട്ട് മാറി. പിന്നീട് ബോബി ചെമ്മണ്ണൂർ അപ്പോഴത്തേക്ക് സാമ്പത്തികമായ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു. പിന്നീട് ബോബി ചെമ്മണ്ണൂരുമായിട്ട് രസത്തിലല്ലാതായി. ഇവർ സ്വന്തം നിലയിൽ ഇതിൽ ഇങ്ങനെ അപ്പോൾ ഒരു വഴി ഇവർ കണ്ടെത്തി, ഇങ്ങനെ ഒരു ട്രാക്കുണ്ട്. അപ്പം രണ്ട് ദമ്പതികൾ വന്നിട്ട് ഇങ്ങനെ കുടുംബജീവിതം എങ്ങനെ നന്നായി നയിക്കണം എന്ന് ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രദ്ധിക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിലുമൊക്കെ നിരന്തരം ക്ലാസ്സുകൾ കിട്ടി. അതുപോലെ തന്നെ യൂട്യൂബിനെ നന്നായി ഫലപ്രദമായി ഇവർ ഉപയോഗിച്ചു, സോഷ്യൽ മീഡിയയെ നന്നായി ഉപയോഗിച്ചു. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് യൂട്യൂബ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇൻസ്റ്റയുണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്. ഇതിനെല്ലാം നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഞാനുള്ള ഒരു ഗ്രൂപ്പിലും ഇവരുണ്ടായിരുന്നു, ജിജി മാരിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തിന് ശേഷം ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടോന്നും അറിയത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീഡിയോയുടെ ലിങ്കൊക്കെ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വളർന്നു വരുന്ന ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശൈലിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം ഈ കമ്പനിയുടെ പേരിൽ, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ പേരിൽ ഇവർ തമ്മിൽ ഉണ്ടാകുകയും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ തമ്മിൽ 9 മാസമായി അകന്നു കഴിയുകയാണ്, മാനസികമായി ഐക്യത്തിലല്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഉള്ള സന്ദർഭത്തിലൊക്കെ അത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണമായിരുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇവരിത്രയും ഒരു നിലവാരത്തിൽ നിൽക്കുന്ന രണ്ടുപേരാണ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കഴിയാം, അതാണല്ലോ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ഭർത്താവിനെ പിന്നെ അടിപ്പെട്ട് ജീവിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നതിൻ്റെ ഒരു രീതി. ഭർത്താവിനെ രാജാവിനെ പോലെ കാണണം എന്നൊക്കെ പറയുന്ന ആളാണ് ഭർത്താവിനെതിരെ ഇങ്ങനെ കേസുമായിട്ട് പോയും ഭർത്താവ് ഗുരുതരമായ ആരോപണങ്ങൾ ഭാര്യയ്ക്കെതിരെ പറയുകയൊക്കെ ചെയ്യുന്നത്, തീവ്രവാദിയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ആരും ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തീവ്രവാദികൾ കൊന്നതാണെന്ന് വിചാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ്. അതൊക്കെ രണ്ടുപേര് തമ്മിൽ വിഷയങ്ങളുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതിപ്പോൾ ഒരു ദേഷ്യത്തിന് ചിലപ്പം ആളുകൾ പറയുമല്ലോ, അത് പിന്നെ അവരുടെ വിഷയമാണ്. അതിനകത്ത് നമുക്ക് റോളില്ല. പക്ഷെ അവരുടെ പ്രശ്നം ഒരു കാരണവശാലും ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് ഇതിനെ വലിച്ചഴയ്ക്കാൻ അത്രയും ബുദ്ധിയും പക്വതയും വിവേകമുള്ള ആളുകളായിരുന്നെങ്കിൽ ഇവരതിന് ചെയ്യാൻ പാടില്ലായിരുന്നു, അതിന് ശ്രമിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇനി ഇവരെങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്? അവരുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാം, അല്ലാതെ ഇവർ കാശ് വാങ്ങിച്ചാണല്ലോ ഈ കാര്യം ചെയ്യുന്നത്. അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതാണ്, കുടുംബങ്ങളെ പിന്നെ ധ്യാനത്തിലൂടെ ഒന്നിച്ചു കൊണ്ടുപോവുക. അതായത് കുടുംബങ്ങൾ ഒരുമിപ്പിക്കാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നാണ് അവരുടെ ഒരു ആപ്തവാക്യം തന്നെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നോക്കട്ടെ. അതായത് നമ്മൾ ഈ സമാനമായിട്ടുള്ള വാർത്തകൾ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുമ്പോഴൊക്കെ പല ആൾക്കാരും അവർക്ക് അനുകൂലമായിട്ടുള്ള കമന്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളതിനെയൊന്നും അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ ഒന്നും നിരാകരിച്ച് പറയുകയോ തള്ളി പറയുകയല്ല. 200ഓളം വീടുകൾ വെച്ച് കൊടുക്കി മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളുമാണ്. ചിലപ്പോൾ അങ്ങനത്തുള്ള സേവനങ്ങൾ കിട്ടിയ ആൾക്കാർക്ക് ഇവർ ദൈവതുല്യമായിരിക്കും.
പക്ഷെ ഇതൊരു നമ്മൾ പറയുന്നൊരു കാര്യം, ഇതൊരു ക്രൈമാണ്, അതെ. സംഭവിച്ചു കഴിഞ്ഞു, പോലീസ് എഫ്ഐആർ ഇട്ട കാര്യമാണ്. അതെ. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വാർത്താ പ്രതിബദ്ധത ഏതൊരു മാധ്യമത്തെയും പോലെ നമ്മൾ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ അൾട്ടിമേറ്റ്ലി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നമ്മൾ മറക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ക്രൈം ഉണ്ടായിരിക്കുന്നു, അത് കൃത്യമായിട്ട് വാർത്ത കൊടുക്കുമ്പോൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധത കൂടി നമുക്കുണ്ടെന്ന് പറയുകയാണ്. എൻ്റെ ഏറ്റവും ഒടുവിൽ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് ഇനി കുടുംബങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ നടത്താനുള്ള ധാർമ്മികമായ അവകാശം ഇല്ലാതായിരിക്കുന്നു. മറ്റേതെങ്കിലും ഇതേപോലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകട്ടെ, അതിനകത്ത് അതല്ല നമുക്ക് അങ്ങനെ, കാരണം ഇനി അങ്ങനെ അവർ പറയാൻ ചെന്നാൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഭാര്യയെ ജീവന് തുല്യമായി സ്നേഹിക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? പറയുന്നിടത്ത് ആദ്യം നിങ്ങളത് നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത് കാണിക്കുമെന്ന് തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് അത്രയും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് സിൻസിയർ ആയിരിക്കണം. അതല്ലാത്ത ഒരാൾ അതിനെക്കുറിച്ച് പറയാൻ പൊതുമധ്യത്തിൽ വന്നതെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഇവർക്കുണ്ട്. ഇവർ പിന്നെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. അതാ പറഞ്ഞു, ഇവർ കാണിച്ച വലിയ മണ്ടത്തരമാണ്. ഒരു കാരണവശാലും എവിടെയാണ് പ്രശ്നങ്ങളില്ലാതെ, പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ സ്വയം എറിഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ശ്രദ്ധിച്ച് അവർ ചെയ്യേണ്ടി വരുന്ന കാര്യമാണ്. ഇനിയിപ്പം ഈ എന്താണെങ്കിലും അവർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ തന്നെ സാധിക്കട്ടെ. പിന്നെ ഇപ്പൊ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അവർ സ്വയം ഒരു പുനർചിന്തനത്തിന് തയ്യാറാവണം. തങ്ങൾ അർഹരാണോ, തങ്ങൾ ഇങ്ങനത്തുള്ള ഉപദേശക ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തങ്ങൾക്ക് ഇനി അവകാശമുണ്ടോ എന്ന് ജിജി മാരിയോ മാരി ജോസഫോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുക എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ അങ്ങനെ അല്ലാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ഇനി ചെന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്? എൻ്റെ തലയടിച്ച് പൊട്ടിച്ചെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു. മറ്റേ ഈ ഭർത്താവ് എന്ന് പറയുന്നു എന്നെ കത്തി കൊണ്ട് കുത്തി, എന്നെ കൊല്ലാൻ നോക്കി എന്ന് പറയുന്നു. പിന്നെ മറ്റ് ഗുരുതരമായ മറ്റാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. അപ്പം അങ്ങനെ പറയുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് എന്നിട്ട് ഇനി നിങ്ങൾ നന്നാകണം, നിങ്ങൾ എങ്ങനെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് എങ്ങനെ തിരിച്ച് ഭാര്യയെ സ്നേഹിക്കണം, അതിൻ്റെ ടിപ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വലിയ വൈകാരികമായി ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശരി.